നമുക്കറിയാം കുറച്ച് കാലങ്ങളായി മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ വലിയ ഒരു അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുകയും സമസ്തക്ക് ഉള്ളിൽ തന്നെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരെന്നും മുസ്ലിം ലീഗ് വിരുദ്ധരെന്നുമായി രണ്ട് ചേരികൾ തന്നെ രൂപപ്പെടുകയും സമസ്തക്കുള്ളിലും മുസ്ലിം ലീഗും സമസ്തയുടെയും ഇടയിലും വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്ത വിഷയം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചാരിയുള്ള മറ്റ് വാദങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രതിഭാസം കുറച്ച് കാലങ്ങളായി ഉള്ളതാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം എന്നോണം ഇന്നലെ ഒരു യോഗം ചേർന്നു. പക്ഷേ ഈ യോഗത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം എന്ന് പറയുന്ന ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നേതൃത്വത്തിലുള്ള സംഘം യോഗത്തിൽ എത്തിയില്ല എന്നുള്ളതാണ്. അതായത് ഈ ഇന്നലത്തെ ചർച്ച കൃത്യമായും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം രണ്ട് വിഭാഗവും കൂടി വന്നാൽ മാത്രമാണല്ലോ ഒരു സമവായത്തിലെത്തുവാൻ കഴിയുക. എന്നാൽ അതിന് കഴിയാതെ പോവുകയും യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവർ ഒരുപക്ഷെ പങ്കെടുക്കാതിരുന്നതിൻ്റെ കാരണം നമുക്കറിയാം. ലീഗ് അനുകൂല വിഭാഗം, സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സംഘടന പോലെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പത്രങ്ങളിലും മറ്റുമൊക്കെ പരസ്യം കൊടുത്തുകൊണ്ട്, സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ പരസ്യം കൊടുത്തുകൊണ്ട് അവരൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. എന്നാൽ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം അതിനുണ്ടായില്ല. അതായത് ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുകയും കേരളത്തിൻ്റെ മുക്കുമൂലകളിലേക്ക് വരെ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് അവരന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷെ അവരുദ്ദേശിച്ച ആളുകൾ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, 100 ആളുകൾക്ക് താഴെ മാത്രം പങ്കെടുത്ത ആ പരിപാടിയിൽ അവർ കൃത്യമായി ചീറ്റിപ്പോയി എന്ന് അവർക്ക് തന്നെ മനസ്സിലായ ഒരു സന്ദർഭമായിരുന്നു. സമസ്തയിൽ ഒരുപക്ഷെ എല്ലാ ആളുകളും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും ലീഗിനെ അനുകൂലിക്കുന്നവരാണെന്നും ലീഗിനെ വിരുദ്ധ വിഭാഗത്തിന് ഇവിടെ സ്ഥാനമില്ലെന്ന് തെളിയിക്കാനും ഒക്കെയുള്ള രീതിയിലുള്ള ഒരു കമ്മിറ്റി രൂപീകരണത്തിനും പുതിയൊരു സംഘടന എന്നോളം അവർക്ക് യോജിക്കുവാനൊക്കെ കഴിയും, ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അബ്ദുസമദ് പൂക്കോട്ടിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നെങ്കിൽ കൃത്യമായ ആളുകൾ അതിനെ തള്ളുകയും സമസ്തയിലെ മുതിർന്ന നേതാക്കളൊന്നും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അവരൊരു സമവായത്തിന് ശ്രമിക്കുകയാണ്. അതൊന്നും നടക്കുകയില്ലെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഒരു സമവായം, ഇതൊക്കെ വേണ്ടതല്ല, ഇപ്പോൾ യോജിപ്പാണ് വേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ചർച്ച നടത്തി എല്ലാം അവസാനിപ്പിക്കാം എന്ന ഒരു നാടകത്തിലേക്ക് കടക്കുമ്പോഴാണ് ലീഗ് വിരുദ്ധ വിഭാഗം എന്ന് പറയുന്ന യഥാർത്ഥ സമസ്തക്കാർ, അതായത് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നേതൃത്വത്തിലുള്ള, ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നൊക്കെ പറയുമ്പോൾ ജിഫ്രി തങ്ങളുടെ അതേ നയത്തിൽ പോകുന്ന സമസ്തയുടെ നയം മുന്നോട്ട് വെക്കുന്ന സമസ്തയിലെ നേതാക്കളാണ്. മറുവിഭാഗം എന്ന് പറയുന്നത് സമസ്തയേക്കാൾ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുകയും ഭൗതികപരമായ വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് എല്ലാ വിഷയങ്ങളിലും മുസ്ലിം ലീഗ് പറയുന്നത് പോലെ സമസ്ത നീങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരു വിഭാഗം മുസ്ലിം ലീഗുകാരാണെന്നും മറുവിഭാഗം സമസ്തക്കാരാണെന്നും കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇവരിത് ചീറ്റിപ്പോയപ്പോൾ ഒരു യോഗം വിളിക്കുകയും ഇന്നലെ അവർ പങ്കെടുത്തില്ല. അപ്പോൾ ഈ ഒരു സമവായത്തിന് ഞങ്ങൾ തയ്യാറല്ല, ഇങ്ങനെയല്ല ഇത് പരിഹരിക്കേണ്ടത് എന്ന കൃത്യമായ ആശയമാണ് ഈ സമസ്ത അനുകൂല വിഭാഗം അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന ഈ വിഭാഗം സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതിനുള്ളൊരു പരിഹാരം എന്താണ്? നമുക്കറിയാം, അവർ ഇത്തരത്തിലുള്ള പ്രയത്നങ്ങളൊക്കെ നടത്തുകയും എന്നിട്ടത് ചീറ്റിപ്പോകുന്ന സമയത്ത്, പാളിപ്പോകുന്ന സമയത്ത് സമവായം നടത്തുകയും ചെയ്യുകയാണോ ഇതിനുള്ള പരിഹാരം? അല്ല. യഥാർത്ഥത്തിൽ സമസ്തയെ നിയന്ത്രിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗ് വരുന്നതാണ് കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, മുസ്ലിം ലീഗിലെ ബഹുഭൂരിപക്ഷം വരുന്ന സമസ്ത അനുയായികളെ കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തിയും ബലവും എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതായത് മുസ്ലിം ലീഗിലെ ഒരു വലിയ ജനവിഭാഗം എന്ന് പറയുന്നത് സുന്നികളിലെ സമസ്തക്കാരായ ആളുകളാണ്. അപ്പോൾ ആ പണ്ഡിത സഭയെയും ആ ആളുകളെയും നിലക്ക് നിർത്തുവാൻ വേണ്ടി മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എപ്പോഴും ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഒരു മതത്തിൽ, അത് ഏത് മതമായാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാൾ വലുത് സംഘടനകളാണ്, മതപണ്ഡിതന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം മുസ്ലിം ലീഗ്
എക്കാലത്തും സമസ്തയെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ മുസ്ലിം ലീഗിന് ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നോണം മുസ്ലിം ലീഗിൽ ഇതര ജനവിഭാഗങ്ങളുണ്ട്. അതായത് സമസ്തയും മുജാഹിദും മറ്റ് മതമില്ലാത്തവനും മറ്റുമൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഈ പുത്തൻവാദികളായ മുജാഹിദുകളെ താങ്ങി നിർത്തുവാൻ വേണ്ടി പല നയങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന ചെറിയൊരു വിഭാഗത്തിന് താങ്ങി നിൽക്കുന്നതിന് വേണ്ടി സമസ്തക്കാരെ ചൊടിപ്പിക്കുന്ന വിഷയങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഏർപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന വിഷയം, ഈ വിഷയം പരിഹരിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്തെന്നുള്ള ഒരു ആശയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇനി പറയുന്ന വിഷയം കുറച്ച് ഗൗരവമുള്ളതാണ്. ചിലർക്ക് അതൊരു വേദന ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഇതൊരു സമൂഹത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമസ്തയും ഇവിടെ ആവശ്യമാണ്, അതുപോലെ മുസ്ലിം ലീഗും ഇവിടെ ആവശ്യമാണ്. രണ്ടും ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഉള്ള ഒരു ഫോർമുല, ഇതിനുള്ള പരിഹാരം എന്തെന്നാണ്. അത് ഞാൻ പറയുന്നത് കുറച്ച് കൂടുതൽ കടുപ്പമുള്ളതായതുകൊണ്ട് വേദനിക്കുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറയുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത്, ഇതിൽ നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഈ PMA സലാമിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ദൂരം കുറയുകയും ഒരുപക്ഷെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിയോളം പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. അദ്ദേഹം ഒരു പുത്തൻവാദിയാണ്. അദ്ദേഹം സമയം കിട്ടുന്ന സമയത്തൊക്കെ, അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോഴൊക്കെ രാഷ്ട്രീയ വേദികൾ മുതലെടുത്തുകൊണ്ട് ഈ മുസ്ലിം ലീഗിലെ വലിയ ജനവിഭാഗമായ സുന്നികളെ ആശയപരമായി ആക്രമിക്കുകയും അതുപോലെ തന്നെ സുന്നി പണ്ഡിതന്മാരെ വിമർശിക്കുകയും പ്രത്യേകിച്ച് ജിഫ്രി തങ്ങൾക്കെതിരെ തവണകളായി അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആക്ഷേപ വാക്കുകൾ കൊണ്ട്, ഈ അടുത്ത് ഈ പാലക്കാട് ഇലക്ഷൻ നടന്നപ്പോൾ പോലും അദ്ദേഹം വളരെ മോശമായ ഭാഷയിൽ ജിഫ്രി തങ്ങൾ അവഹേളിക്കുന്ന ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്, കുവൈത്തിൽ നിന്ന് സംസാരിച്ച ഒരു വീഡിയോ. അപ്പോൾ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ സുന്നി പണ്ഡിതന്മാരെ അവഹേളിച്ചുകൊണ്ട് ആശയം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുജാഹിദ് ആശയം പ്രചരിപ്പിക്കുവാനുള്ളൊരു വേദിയായി ഈയൊരു സ്ഥാനത്തെ അദ്ദേഹം മാറ്റിയെടുത്തതിലാണ് പ്രധാന പ്രശ്നമെന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചിത്രത്തിലില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ഒരു ഇടത്തിൽ ഇരുത്തുകയും ചെയ്താൽ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരുത്താൻ പറ്റിയ ഒരു കക്ഷിയെയല്ല മുമ്പ് INL നിന്നൊക്കെ വന്നിട്ടുള്ള, മുമ്പ് മുസ്ലിം ലീഗിനെതിരെ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്ന ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം പുത്തൻവാദികൾ അതേപോലെ തന്നെ അദ്ദേഹത്തെ ഒരു ചിത്രത്തിൽ നിന്ന് മാറ്റുകയും ഷാഫി ചാലിയം പോലെയുള്ള അതുപോലെ ഈ KM ഷാജി പോലെയുള്ള മറ്റു പുത്തൻവാദികളെ നിയന്ത്രിക്കുകയും ചെയ്യുക. അതായത് മുസ്ലിം ലീഗിലെ ഒരു വലിയ പ്രസ്ഥാനമാണ് സമസ്തയെന്നും സുന്നികളാണ് മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പെന്നും അവരെ ബോധ്യപ്പെടുത്തുക. അവരുടെ മത ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള ഏരിയയല്ല ഈ മുസ്ലിം ലീഗിന്റെ വേദികളെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. പിന്നെ ഒരു വിഷയമുള്ളത്, സമസ്തയുടെ വിഷയങ്ങളിലേക്ക് നേരിട്ട് ഇടപെടാതിരിക്കുക. സമസ്ത എന്താണോ പറയുന്നത് അതിൽ പരമാവധി അത് നടത്തി കൊടുക്കുവാൻ വേണ്ടി പണ്ഡിതന്മാരുടെ കീഴിൽ അണിനിരക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അവർക്ക് ഏറ്റവും വലിയത് മതപണ്ഡിതൻ എന്നുള്ളതാണ്. മതപണ്ഡിതന്മാർക്ക് കീഴിലാണ് ഉമറാക്കളും നാട്ടിലെ മറ്റുള്ള ആളുകളും രാഷ്ട്രീയക്കാരും എല്ലാവരും വരുന്നത്. ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ആരെയാണ് പോയി കാണുന്നത്? കാന്തപുരം ഉസ്താദിനെയും ജിഫ്രി തങ്ങളെയും ഒക്കെയുള്ള നാട്ടിലെ മതപണ്ഡിതന്മാരെ പലരും പോയി കാണുന്നു. പാലക്കാട് ഇലക്ഷന്റെ സമയത്ത് തന്നെ പല വിവാദ സംഭവങ്ങളും ഉണ്ടായപ്പോൾ പല ആളുകളും ജിഫ്രി തങ്ങളെ സന്ദർശിക്കുന്നതും ഇലക്ഷന്റെ അന്ന് രാവിലെ പോലും സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകൾ ഈ ജിഫ്രി തങ്ങളെ വന്ന് സന്ദർശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് എല്ലാ ആളുകളും, ജനഹൃദയങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷം മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് മതപണ്ഡിതന്മാർക്ക് കീഴിലാണ്. അപ്പം മതപണ്ഡിതന്മാർ മതം പറയുന്ന സമയത്ത് അവരെ ആക്രമിക്കുവാൻ വരിക, രാഷ്ട്രീയക്കാർക്ക് ഉതകുന്ന രീതിയിലേക്ക് മതം പറഞ്ഞില്ലെങ്കിൽ അവരെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുക. നമുക്കറിയാം ഈ വിവരമുള്ളവർക്ക് മാത്രമേ കാളിയാവാൻ പറ്റൂ എന്ന ഉമർ ഫൈസി മുക്കത്തിൻ്റെ പ്രസ്താവനയോടൊക്കെ ലീഗുകാർ പരസ്യമായി എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിച്ചത് എന്ന് നമുക്കറിയാവുന്ന വിഷയമാണ്. അപ്പോൾ ഒരു മതപണ്ഡിതനും ഇവിടെ മതം പറയുന്നതിന് ഒരു രാഷ്ട്രീയക്കാരെയും ഭയപ്പെടാതെ ചെയ്യാൻ പറ്റുക. സമസ്തയുടെ കൃത്യമായ നടത്തിപ്പിന് വേണ്ട ഒത്താശകൾ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ചെയ്തു കൊടുക്കുക.
ഒന്ന്. പിന്നെ സമസ്തയിലും മുസ്ലിം ലീഗിലും രണ്ടിലും ഒരുപോലെ സ്ഥാനം വഹിച്ചുകൊണ്ട് രണ്ടിനെയും ഒന്നാക്കി കൊണ്ടുപോകുവാൻ നോക്കുന്ന ഒരു പ്രവണത അത് നിർത്തലാക്കുക. അതായത് ഈ പൂക്കോട്ടൂരിനെയും മറ്റുമൊക്കെയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ഈ രണ്ട് പ്രസ്ഥാനത്തിലും വളരെ ശക്തമായി പ്രവർത്തിക്കുകയും മുസ്ലിം ലീഗിനോട് ഒരു അനക്കം കൂടുതൽ കാണിക്കുകയും ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിനൊക്കെ ഇത്തരം വിഷയങ്ങൾ വരുന്നത്. എപ്പോഴും മുസ്ലിം ലീഗിനെ താങ്ങി സമസ്ത നിർത്തണമെന്ന ആശയത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ തൽസ്ഥാനത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂക്കോട്ടൂർ എന്ന് പറയുന്ന അബ്ദുസമദ് പൂക്കോട്ടൂരിനെ രണ്ട് സ്ഥാനങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനങ്ങളിൽ നിന്നും സമസ്തയുടെ സ്ഥാനങ്ങളിൽ നിന്നും ചിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റുക. ഞാൻ നേരത്തെ PMA സലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ചിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റി ഇവരെ പോലെയുള്ള ചില ആളുകളാണ് വിവാദ പ്രസ്താവനകൾ നടത്തുകയും പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും പ്രസ്ഥാനത്തിനുള്ളിൽ ഛിദ്രതയുണ്ടാക്കുകയും വിഭാഗീയത സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കുറച്ച് കടുത്ത കൈയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് സമുദായത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഇതിൻ്റെ പരിഹാരം ഇത്തരത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം ഈ സമസ്തയിൽ തന്നെ 89-ൽ വലിയൊരു വിഭാഗം ഒരു വിള്ളലുണ്ടായി. അത് ദൗർഭാഗ്യവശാൽ സുന്നികൾ രണ്ടായി പല കലഹങ്ങൾക്കും മറ്റുമൊക്കെയായി. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഒരു ഐക്യത്തിൽ പോകുന്ന ഒരു സമയമാണ്. ഇരുപക്ഷവും ഐക്യ ചർച്ചകൾ പലപ്പോഴും നടത്തി പല വേദികളിലും ഒന്നിച്ചു പങ്കിടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലും ഈ പൂക്കോട്ടൂർ എന്ന് പറയുന്ന വ്യക്തി ഇടക്കിടക്ക് അദ്ദേഹത്തിൻ്റെ വിഷം ചീറ്റിക്കൊണ്ട് 89-ൽ അങ്ങനെ നടന്നു, 89-ൽ ഇങ്ങനെ നടന്നു, ഞങ്ങളിൽ പലരും ജയിലിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ആ മരുന്ന് വീണ്ടും വീണ്ടും കുത്തിവെച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സുന്നികൾക്കിടയിൽ വീണ്ടും വിഭാഗീയത എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമസ്തയിലെ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്, കുറ്റം പറയുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കാരണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് പരസ്യമായിട്ടാണ്. പരസ്യമായി ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ അത് പരസ്യമായി തന്നെ തിരുത്തണം. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്. അദ്ദേഹത്തോട് സ്വകാര്യം പോയി അദ്ദേഹത്തെ മാത്രം നന്നാക്കിയാൽ ഇത് കേട്ട് സമൂഹത്തിൽ വിള്ളൽ സൃഷ്ടിക്കാൻ ഇടയാക്കിയ പാവപ്പെട്ട സാധാരണക്കാർ ഇവിടെയുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെ ചിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റുക. എന്നാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. നമുക്കറിയാം സമസ്തയും മുസ്ലിം ലീഗും എന്ന് പറയുന്നത് എക്കാലത്തും യോജിച്ചു പോകണമെന്ന് തന്നെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം തീർച്ചയായും ഇതിന് ഇത്തരത്തിലൊരു ഫോർമുല സമസ്തയുടെ മേൽ കൃത്യമായി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതിരിക്കുകയും സമസ്തയിലും മുസ്ലിം ലീഗിലും വലിയ വലിയ സ്ഥാനങ്ങൾ ഒരേ രീതിയിൽ വഹിക്കാതിരിക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ എടുത്തു മാറ്റി ചിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ഇങ്ങനെ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നീട് ഒത്തുചേരുകയും വീണ്ടും വിവാദ പ്രശ്നം ഇപ്പോൾ ഈ വിഭാഗങ്ങൾ തന്നെ ഇരുന്ന് ഇതൊക്കെ സുന്നികളാണ് ഇന്നലത്തെ മീറ്റിങ്ങിൽ ചേരുമെന്ന് പറഞ്ഞത് മറ്റൊക്കെ ഭൂഭൂരിവശവും സുന്നികളാണ്. കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ സാദിഖ് അലി തങ്ങളും അതുപോലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഇങ്ങനെയുള്ള സുന്നികളായ ആളുകൾ ഇവർ വീണ്ടും മീറ്റിംഗ് ചേരുകയും ഈ മുസ്ലിം ഇത് യോജിപ്പായി എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റി തീരുമാനമൊക്കെ എടുത്ത് പുറത്തു വന്നതിന് ശേഷം നാളെ PMA സലാമിനെ പോലെയുള്ള ആളുകൾ ജിഫ്രി തങ്ങൾക്കെതിരെ വീണ്ടും പ്രസംഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം രൂക്ഷമാവുകയാണ്. പിന്നെ എന്താണ് ഇതിനൊരു അടിസ്ഥാനം? അപ്പൊ എപ്പോഴും ഇത്തരത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന ആളുകളെ എടുത്തുമാറ്റൽ മാത്രമാണ് ഇതിനൊരു പരിഹാരമെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്കും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.